ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു പേപ്പർ ആനിമേഷൻ്റേത്. അപ്പോൾ പേപ്പർ ആനിമേഷനിൽ പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ക്രംബ്ലിംഗ് എഫക്റ്റ് ഇല്ല, ജസ്റ്റ് ഒരു പേപ്പർ ആനിമേഷൻ മാത്രമായിട്ട്. എന്നാൽ ഇന്ന് ഞാൻ ഒരു പ്ലഗിൻ പരിചയപ്പെടുത്താം. അത് പ്ലഗിൻ എന്ന് പറയണമെന്ന് അറിയത്തില്ല, ജസ്റ്റ് ഒരു ഫയലാണ്. ആ ഫയൽ ഉപയോഗിച്ച് പേപ്പർ ക്രംബ്ലിംഗ് ആനിമേഷൻ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഇപ്പോൾ ഷൗട്ട് ഔട്ട് ടു ഡാവിഞ്ചി ഗുരു ഈ ഒരു പ്ലഗിൻ ഉണ്ടാക്കിയതിന്. അപ്പോൾ ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സിപ്പ് ഫയലായിരിക്കും വരുന്നത്. അത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന പോലെ ഒരു DRA ഫയലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡാവിഞ്ചി റിസോൾവ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഓപ്പൺ സ്പേസിൽ എവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് റീസ്റ്റോർ പ്രൊജക്റ്റ് ആർക്കൈവ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇട്ടേക്കാൻ ഡെസ്ക്ടോപ്പിൽ, അപ്പോൾ ഡെസ്ക്ടോപ്പിൽ പോവുക, DG പേപ്പർ അൺഫോൾഡഡ് .DRA അത് ഓപ്പൺ കൊടുക്കുക. അങ്ങനെ അത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആക്കാം. ഇതാണ് നമ്മുടെ ഫ്യൂഷൻ ക്ലിപ്പ് വരുന്നത്. ഞാൻ ഇനി ഇതൊന്ന് റെൻഡർ ചെയ്യട്ടെ. ഇത് കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ആനിമേഷൻ. നമുക്കിനിയിപ്പോൾ ഈ അകത്ത് കിടക്കുന്ന ലോഗോ മാറ്റണം. അപ്പോൾ ഇവിടെ ഫ്യൂഷൻ കോമ്പോസിഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫ്യൂഷൻ ടാബിൽ പോവുക. ഫ്യൂഷൻ ടാബിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ റീപ്ലേസ് ഫുട്ടേജ് എന്നൊരു സംഭവമുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു ലോഗോ എടുക്കുക. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ SSDയുടെ ഈ സാധനം എടുക്കാം. ഓക്കെ, അത് നമുക്ക് തൽക്കാലം ഇവിടെ ഫ്യൂഷനിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഈ റീപ്ലേസ് ഫുട്ടേജിൻ്റെ ഈ പറയുന്ന നോഡ് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ മീഡിയ ഇൻ എടുത്ത് ഇവിടെ ട്രാൻസ്ഫോമിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ തന്നെ കണ്ടാൽ അറിയാം, അത്യാവശ്യം നല്ല സൈസിനാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ട്രാൻസ്ഫോം നോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റും. വേണ്ട, ഇനി അതോ നിങ്ങൾക്ക് വേറെ ടെക്സ്ചർ ആഡ് ചെയ്യണമെങ്കിൽ ഈ ടെക്സ്ചർ എന്നുള്ള നോഡിൽ പോയി നമുക്ക് ടെക്സ്ചർ ഏതെങ്കിലും നമുക്ക് നെറ്റിൽ ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാനാണ്. അത് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. ഇത്രയേ ഉള്ളൂ ഇതിന്. പേപ്പർ തുറന്നു വരുന്ന ആനിമേഷൻ നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇത് എപ്പോഴേലും റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫ്യൂഷൻ കോമ്പോസിഷൻ ക്ലിപ്പ് റൈറ്റ് ക്ലിക്ക് അടിക്കുക, ന്യൂ കോമ്പൗണ്ട് ക്ലിപ്പ് എടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക, ചേഞ്ച് ക്ലിപ്പ് സ്പീഡ് എടുക്കുക. ചേഞ്ച് ക്ലിപ്പ് സ്പീഡിൽ റിവേഴ്സ് ക്ലിപ്പ് അടിക്കുക, റിവേഴ്സ് സ്പീഡ് കൊടുക്കുക, എന്നിട്ട് ചേഞ്ച് കൊടുക്കുക, പ്ലേ ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ റെൻഡറിങ് ഇഷ്യൂ ഉള്ളതാണ്. അപ്പോൾ റിവേഴ്സിൽ ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഇപ്പോൾ ഈ പറയുന്ന കോമ്പോസിഷൻ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ടോട് എടുക്കണമെങ്കിൽ അതും ഇതിൽ എളുപ്പമാണ്. ആദ്യം നമ്മുടെ കോമ്പോസിഷൻ്റെ ഒരു ഇന്നും ഔട്ട് പോയിന്റുകൾ നമ്മൾ സെറ്റ് ചെയ്യുക. ഇന്നും ഔട്ട് പോയിന്റ് ഇതാണ്. ഇത് നേരെ ഡെലിവർ ടാബിൽ പോവുക. ഇപ്പോൾ ഇതൊരു പേര് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ക്രംബിൾ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിത് മൂവീസിൽ വേണ്ട, ഡെസ്ക്ടോപ്പിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആണ് നമ്മുടെ മെയിൻ സെറ്റിങ്സ് വരുന്നത്. ഇവിടെ ഫോർമാറ്റിൽ ക്വിക്ക് ടൈമിൽ പോവുക, ഓൾറെഡി ബൈ ഡീഫോൾട്ടാണ്. കോഡക്ക് എന്നുള്ളത് GoPro സിനിഫോം ആക്കുക. അപ്പോൾ ഇവിടെ ടൈപ്പിൽ കാണാം YUB 10 ബിറ്റ്, അത് മാറ്റി RGB 16 ബിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അപ്പോൾ ഇവിടെ താഴെ എക്സ്പോർട്ട് ആൽഫ എന്നൊരു ഓപ്ഷൻ വരും, അത് ടിക്ക് ചെയ്തിട്ട് ആഡ് ടു റെൻഡർ ക്യൂ കൊടുക്കുക. എന്നിട്ട് ഇത് റെൻഡർ ചെയ്യുക. അങ്ങനെ റെൻഡറിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ക്രംബിളിൻ്റെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ തൽക്കാലം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമുക്കിവിടെ തൽക്കാലം ഒരു സോളിഡ് കളർ ആഡ് ചെയ്ത് നോക്കാം. സോളിഡ് കളർ ബ്ലാക്ക് വേണ്ട, മഞ്ഞ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ഈ ക്രംബിൾ എന്നുള്ള ഫയൽ അങ്ങ് എടുക്കുക. ഇതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ നമ്മൾ റെൻഡർ ചെയ്തിരിക്കുകയാണ്. ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.